ഇന്ന് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ചാളമീൻ നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് എന്തൊക്കെ സാധനങ്ങളാണ് പൊരിക്കാൻ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ഒരു 2.5 സ്പൂണോളം കുരുമുളക് ഇട്ടിട്ടുണ്ട്. ചാള ആയതുകൊണ്ട് കുരുമുളകാണ് കൂടുതൽ വേണ്ടത്. പിന്നെ 1 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും. പിന്നെ നമുക്ക് വേണ്ടത് കായം കൂടി വേണം. കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഇഞ്ചിയൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും നമുക്ക് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനിത് അരച്ച് എടുത്തിട്ടുണ്ട്. നല്ലപോലെ അരയണ്ട, ഒരു 1/4 ഭാഗം അരഞ്ഞാൽ മതി. പിന്നെ ഇതിൽ ഞാൻ കുറച്ചൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടാണ് ഒന്ന് അരച്ചെടുത്തത്. ഇനി നമുക്കത് മെയിനിലേക്ക് പുരട്ടി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മീനിലേക്ക് മസാലയെല്ലാം നല്ലപോലെ വൃത്തിയായി പുരട്ടി വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മതി. കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യാസം വരും, നന്നായിരിക്കും. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാള മീനെല്ലാം നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മീനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡ് തിരിച്ച് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ചാള പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇതിൽ ചെറിയ ഉള്ളിയും കൂടെ ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല മണവും ഒക്കെ വരും. അപ്പോൾ എല്ലാവരും ഇത് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വ്ലോഗിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.